UDF കേരളത്തിൽ അധികാരത്തിൽ വന്നതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ അടൂരിലും പത്തനംതിട്ടയിലെ ചില പ്രദേശങ്ങളിലും കോൺഗ്രസിന്റെ ഗുണ്ടാ സംഘം അഴിഞ്ഞാടുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാവേലിക്കർ സ്വദേശിയും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനുമായിട്ടുള്ള ഒരു അരുൺ ശിവൻകുട്ടി എന്ന ചെറുപ്പക്കാരൻ മുൻ പാലക്കാട് MLA ആയ രാഹുൽ മാങ്കുടത്തിനെതിരായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഉടൻ തന്നെ പത്തനംതിട്ട സൈബർ പോലീസ് മാവേലിക്കരയിലുള്ള അരുൺ ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുകയും അദ്ദേഹത്തോട് ഇന്ന് വൈകിട്ട് തന്നെ അടിയന്തരമായി പത്തനംതിട്ട സൈബർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ട് നിയമപരമായി യാതൊരു നടപടിയും സ്വീകരിക്കാതെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായത്. പോലീസ് വിളിച്ചതിൽ വിശ്വസിച്ച് പത്തനംതിട്ട സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന ശ്രീമാൻ അരുൺ ശിവൻകുട്ടിയോട് പോലീസിന്റെ സാന്നിധ്യത്തിൽ 10ഓളം വരുന്ന ഗുണ്ടകൾ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കയറി അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പോലീസ് സ്റ്റേഷന്റെ ഗ്രില്ല് അടച്ചിട്ടാണ് അരുൺ ശിവൻകുട്ടിയെ രക്ഷപ്പെടുത്തിയെന്നാണ് മനസ്സിലാവുന്നത്. അദ്ദേഹം തിരിച്ചു പോകാൻ ഭയപ്പെട്ടു. പോലീസിന്റെ സഹായം തേടി. പോലീസ് സഹായത്തോടുകൂടി പോലീസ് സംരക്ഷണയിൽ പോലീസ് സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതാണ്ട് ആ വരുന്ന 10ഓളം വരുന്ന സംഘം തന്നെ പോലീസ് സ്റ്റേഷന്റെ മുന്നിലിട്ട് അദ്ദേഹത്തിന്റെ ഇരുചക്ര വാഹനം ബ്ലോക്ക് ചെയ്യാണ് ഉണ്ടായത്. അത് ബ്ലോക്ക് ചെയ്തു എന്ന് മാത്രമല്ല, അവിടെ നിന്നിട്ട് അതിലെ ഒരാൾ ലൈവായി രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ച് ലൈവായി ഈ ചെറുപ്പക്കാരനെ വിരട്ടുകയാണ്. നീ ജീവിച്ചിരിക്കില്ല, നിന്നെ കൊന്നുകളയും എന്ന നിലയിൽ വിരട്ടുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസിനെ വിശ്വസിച്ചാണ് ആ ചെറുപ്പക്കാരൻ വന്നത്. 17ഉം 18ഉം തീയതികളിലെ അദ്ദേഹം സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി, DGP, ജില്ലാ പോലീസ് മേധാവി, പത്തനംതിട്ട SHO എന്നിവർക്ക് കൃത്യമായി ഈ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് പരാതി നൽകി എന്നാണ് മനസ്സിലാവുന്നത്. ഈ ദിവസം വരെ പോലീസ് സ്റ്റേഷനകത്തുണ്ടായതും പോലീസ് സ്റ്റേഷന്റെ പരിസരത്തിൽ പോലീസിന്റെ മുക്കിന് താഴെ പോലീസിന്റെ മുന്നിൽ വെച്ച് നടന്നുപോയ സംഭവത്തിനെതിരായി ഒരു FIR ഇടുന്നതിനോ ഒരു ചെറുവിൽ അടക്കുന്നതിനോ പത്തനംതിട്ടയിലെ ആ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ല. അതിന് സമാനമായ ഒരു സംഭവമാണ് ഇന്നലെ അടൂരിലുണ്ടായത്. ഞാൻ ഇന്നലെ അടൂരിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ കോയമ്പത്തൂർ വരെ ഒരു ആവശ്യമായി പോയിരുന്നു. കോയമ്പത്തൂർ നിൽക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്തായ സൂരജ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഒരു സുഹൃത്തായ രാജൻ എന്ന് പറയുന്ന ആളിനെ എറണാകുളത്തു നിന്നും അടൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഞാൻ അടൂരിൽ വന്നിട്ടുണ്ട്, എനിക്ക് ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ ഇല്ലല്ലോ, എന്താ കാര്യം എന്ന് ചോദിച്ചു. വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന പള്ളിക്കൽ ഡിവിഷനിലെ കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൊടുത്ത പരാതിയിന്മേൽ ആണ് രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് പറഞ്ഞു. തുടർന്ന് ജാമ്യം എടുക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് എന്തെങ്കിലും ആരെങ്കിലും സഹായം ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ അടൂരിലെ പാർട്ടിയുടെ സഹാക്കളായി ഇന്ന ആളുകളെ ബന്ധപ്പെടാൻ പറഞ്ഞു. അങ്ങനെ അടൂരിലെ സഹാക്കളുമായി ടൗണിലുള്ള എപ്പോഴും കാണുന്ന 2 സഹാക്കളുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ ഫോണിൽ സംസാരിച്ച് അവസാനിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും സൂരജ് എന്നെ വിളിക്കുകയാണ്. സാറേ, എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല, ഒരു സംഘം വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നു, എന്നെ കൊന്നുകളയെന്ന് പറയുന്നു, ജില്ല വിട്ട് പോയിക്കൊള്ളണം എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, സൂരജ് ഏതെങ്കിലും കേസിൽ പ്രതിയാണോ? അയാളെ എന്തിനാണ് നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത്? അയാൾ എന്ത് തെറ്റിനാണ് അയാളെ നിങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? അത് മാത്രമാണോ? അയാൾ വന്ന വാഹനം ആക്രമിക്കാൻ ശ്രമിച്ചു. വന്ന വാഹനത്തെ ആ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് പറഞ്ഞു വിട്ടു. അവിടെ വാഹനം ഇട്ടേക്കാൻ സമ്മതിച്ചില്ല. അദ്ദേഹം വാഹനം മാറ്റി റവന്യൂ ടവറിലേക്ക് മാറ്റിയിട്ടു. അവിടെ ചെന്ന് ആ ഡ്രൈവറെ വീണ്ടും ഭീഷണിപ്പെടുത്തി. അയാൾ ആ പാവപ്പെട്ട ഡ്രൈവർ വാഹനം തല്ലിപ്പൊട്ടിക്കുമെന്ന് ഭയന്ന് വിട്ടുപോവുകയാണ് ചെയ്തത്. സൂരജ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ നിന്ന സമയത്താണ് വീണ്ടും നമ്മുടെ 1-2 സഹാക്കൾ അവിടെ ചെന്ന് എന്താ സംഭവം എന്ന് സൂരജിനോട് അന്വേഷിച്ചു. സൂരജ് ഏതെങ്കിലും ക്രിമിനൽ ആന്റിസിഡൻസ് ഉള്ള ആളല്ല, അയാൾ ഏതെങ്കിലും കേസിലെ പ്രതിയല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത്, തലേ ദിവസം രാത്രി ഇതിനേക്കാൾ ഭീകരമായ നിലയിലാണ് അടൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായ സംഭവങ്ങൾ. രാജൻ ജോസഫിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് ജീപ്പ് അടൂരിൽ എത്തുമ്പോൾ റവന്യൂ ടവറിനും DVSP ഓഫീസിനും ഇടയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് 20ഓളം വരുന്ന ഗുണ്ടാ സംഘം ഈ പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തി. പോലീസ് ജീപ്പിൽ നിന്നും ബലമായി തുറന്ന് രാജൻ ജോസഫിനെ വലിച്ചിറക്കാൻ ശ്രമിച്ചു. പോലീസ് ശക്തമായി പ്രതിരോധിച്ചു. തുടർന്ന് പോലീസ് വളരെ പണിപ്പെട്ടാണ് ജീപ്പ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വരെ എത്തിച്ചത്. പോലീസ് സ്റ്റേഷൻ മുന്നിലെത്തി പോലീസ് ജീപ്പ് തുറക്കാൻ നേരത്തേക്ക് ഈ സംഘം ഇരച്ചെത്തി പോലീസ് ജീപ്പിന്റെ ഡോറ് പോലീസ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ സംഘം പുറകിലത്തെ ഡോർ പിടിച്ചിട്ട് അടിക്കാനും ചവിട്ടാനുള്ള പരിശ്രമം നടത്തി. പോലീസ് പക്ഷെ പെട്ടെന്ന് തന്നെ ഇറങ്ങി
അതിനെ രാജൻ ജോസഫിനെ തള്ളി മാറ്റി പോലീസ് സ്റ്റേഷനകത്താക്കി ഗ്രില്ലടച്ച് രക്ഷപ്പെടുകയായിരുന്നു. എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ആ സംഭവത്തിൽ അവിടുത്തെ അടൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനായ നിതിന് സാരമായി പരിക്കേറ്റു. അദ്ദേഹം അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ നിതിന്റെ പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് അടൂർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുന്നില്ല. പോലീസിന് അത് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് അവിടെ സാന്നിധ്യത്തിൽ അവരുടെ മുഴുവൻ പേരുടെ CCTV വിഷ്വൽസ് ഉണ്ട്. പ്രതികളെ ഐഡന്റിഫൈ ചെയ്യേണ്ടതില്ല. ആരൊക്കെയാണ് പ്രതികളെന്ന് അവിടെ വ്യക്തമായി അറിയാം. പക്ഷേ ഈ പ്രതികളെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? അതിശക്തമായ സമ്മർദ്ദമാണ് പോലീസിന് മേലുള്ളത്. പത്തനംതിട്ടയിലെ സമാനമായ സംഭവമാണ് അടൂരിൽ ഉണ്ടായത്. ഈ രണ്ട് സംഭവങ്ങളും വില ചൂണ്ടുന്നത് പോലീസ് സ്റ്റേഷനിൽ പോലും സാധാരണക്കാരെ ആളുകൾക്ക് നീതി തേടിയെത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യമായി എത്താനോ ഏതെങ്കിലും നിയമസഹായമായി എത്താനോ കഴിയില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും ന്യായീകരിക്കത്തക്കതല്ല. ഭീകരാക്രമണം നടക്കുന്ന ജമ്മു കാശ്മീർ പോലുള്ള സംസ്ഥാനത്ത് പോലും നടക്കാത്ത നിലയിലാണ് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് ആക്രമിക്കുക, പോലീസ് ജീപ്പ് തടഞ്ഞു നിർത്തി അതിലെത്തിക്കുന്ന ആളുകളെ പിടിച്ചിറക്കി ആക്രമിക്കുക. ഈ നിലയ്ക്കുള്ള പ്രതിഷേധങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ പോലീസൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത ഏറ്റവും രൂക്ഷമായ, ഏറ്റവും മ്ലേച്ഛമായ നിലയിലുള്ള അക്രമ പരമ്പരയാണ് ഈ ജില്ലയിൽ അരങ്ങേറുന്നത്. അത് പത്തനംതിട്ടയിൽ നടന്ന അരുൺ ശിവൻകുട്ടിക്കെതിരെ നടന്ന സംഭവങ്ങളായാലും അടൂരിൽ നടന്ന സംഭവങ്ങളുടെ പരമ്പരയാണെങ്കിലും ഈ നിലയ്ക്ക് നടന്ന സംഭവങ്ങളെ അതിഗൗരവമായി പ്രതിരോധിക്കുന്നതിന് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ തയ്യാറാവണം. ഈ നാടിന്റെ ക്രമസമാധാന നില തകരാതെ ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറാവണം. ഇതിനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് അധികാരികൾ തയ്യാറാവണം എന്ന് ആവശ്യപ്പെടുകയാണ്.